മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് നടൻ വി.കെ. ശ്രീരാമൻ. നടനൊപ്പമുള്ള ചിത്രങ്ങളും കഥകളുമെല്ലാം ഇടയിൽ ഐ.ഡി. ശ്രീരാമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ മമ്മൂട്ടി എഴുതിയ ഒരു രസകരമായ കഥ ശ്രീരാമൻ പങ്കുവെക്കുകയാണ്. സുഹൃത്തുക്കളുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ മമ്മൂട്ടി കുറിച്ച കഥയാണ് വി.കെ. ശ്രീരാമൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. നടൈ കുറച്ച കഥ എന്നാണ് ശ്രീരാമൻ മമ്മൂട്ടിയുടെ കഥയെ വിശേഷിപ്പിച്ചത്. മമ്മൂട്ടിയുടെ കഥ എന്തായാലും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. വനത്തിലെ ആദിവാസി ഊരിലാണ് ഷൂട്ടിംഗ്. അഭിനയിക്കാനായി പരിശീലനം സിദ്ധിച്ച 3 പിടക്കോഴികളും ഒരു പൂവൻ കോഴിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇടവേളയിൽ സുന്ദരിയായ ഒരു പിടക്കോഴിയും പൂവൻ കോഴിയും പരസ്പരം കലഹിക്കുന്ന രീതിയിലുള്ള ചില ഷോട്ടുകൾ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അങ്ങനെ ഇന്നലത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇന്ന് രാവിലെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഇന്നലത്തെ പിടക്കോഴിയെ കാണാനില്ലെന്ന വാർത്തയാണ് എന്നെ എതിരേറ്റത്. ചിത്രത്തിന്റെ നിർമ്മാതാവിന്റെ നിലയ്ക്ക് കോഴിയെ തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. എത്രയും പെട്ടെന്ന് മേൽപ്പറഞ്ഞ കോഴിയെ കണ്ടുപിടിക്കാൻ നിർമ്മാതാവിന്റെ കാർദ്ദേശിയോട് ഞാൻ നിർദ്ദേശിച്ചു. സുന്ദരിയായ ഈ കോഴിക്കുട്ടിയെ പൂവൻ കോഴിയെ പീഡിപ്പിച്ചു കാണുമോ എന്നായിരുന്നു എൻ്റെ ഭയം. എന്നാൽ തികച്ചും നിസ്സംഗനായി തീറ്റ കൊത്തിനിന്ന പൂവൻ കോഴിയാണ് ഞാൻ അവിടെ കണ്ടത്. സുന്ദരി കോഴിക്ക് എന്തു പറ്റിയെന്ന് ആശങ്കയായിരുന്നു എനിക്ക്. അവളുടെ തൂവലുള്ള ചന്തവും കോഴി നടത്തയും കൊക്കുമെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു കറുത്ത പട്ടി എനിക്ക് സംശയമുണ്ടായിരുന്നു. അവനെങ്ങാനും ഇരുട്ടിൻ്റെ മറവിൽ തട്ടിയിരിക്കുമോ? അങ്ങനെ പലതും ചിന്തിച്ച് കുറേ നേരം ഞാനിങ്ങനെ ഇരുന്നു. ഒരു മണിക്കൂറിന് ശേഷം നിർമ്മാണ കാര്യദർശിനി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ സുന്ദരിക്കോഴി സുന്ദരനും മല്ലനുമായ ഒരു കാട്ടുകോഴിയുമായി ഒളിച്ചോടിയത്രേ! ഞാൻ പൂവൻകോഴിയെ നോക്കി. അവൻ്റെ നിസ്സംഗതയുടെ അർത്ഥം നഷ്ടപ്പെട്ട ബോധമാണെന്ന് എനിക്ക് മനസ്സിലായി. ഷോട്ട് റെഡിയെന്ന് സഹസംവിധായകൻ വിളിച്ചു പറഞ്ഞു. പൂവൻകോഴിയുടെ വിരഹദുഃഖവും പേറി ഞാൻ ഷോട്ടിലേക്ക്. നടയിൽ കുറച്ച കഥ. ശരിക്കും ഉണ്ടായ കെട്ടുകഥ ഇന്നലെ മമ്മൂട്ടി തൻ്റെ സുഹൃത്തുക്കളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കുറിച്ചതാണ്. അതിവിടെ പങ്കുവയ്ക്കുന്നു എന്നാണ് ശ്രീരാമൻ കുറിച്ചിരിക്കുന്നത്.